നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുമിറ്റക്കോട് ആളില്ലാത്ത വീട്ടിൽ നിന്നും 20 പവൻ കവർന്നു. മോഷ്ടാക്കൾ നിരീക്ഷണ ക്യാമറകളടക്കം കൊണ്ടുപോയി. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൂട്ടുപാത ആറങ്ങോട്ടുകര പാതയിൽ തിരുമിറ്റക്കോട് സെന്ററിന് സമീപം പ്രവാസിയായ മുതുകാട്ടിൽ ഷാജുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഷാജുവിന്റെ ഭാര്യ പ്രിയ വീട് പൂട്ടി വ്യാഴാഴ്ച വൈകിട്ട് കാക്കരത്തപ്പടിയിലുള്ള സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. ശനിയാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്നുള്ള പരിശോധനയിലാണ് മോഷണ വിവരമറിഞ്ഞത്. എല്ലാ മുറികളും തുറന്നുകിടക്കുന്ന നിലയിലും വീട്ടിൽ സൂക്ഷിച്ച വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ട നിലയിലുമായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. കിടപ്പുമുറികളിൽ വസ്തുക്കൾ വെച്ച അലമാരകളും വീടിന്റെ വാതിലുകളും കേടുവരുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്തിയതായി ചാലിശ്ശേരി സബ് ഇൻസ്പെക്ടർ എസ് ശ്രീലാൽ പറഞ്ഞു. 2 ദിവസം മാത്രമാണ് വീട്ടിൽ ആളില്ലാതിരുന്നതെന്നും മോഷ്ടാക്കൾ CCTV ക്യാമറ ഉൾപ്പെടെ എല്ലാം അടർത്തിക്കൊണ്ടുപോയതായും പോലീസ് പറഞ്ഞു. മോഷണം നടന്നത് വെള്ളിയാഴ്ചയാകാനാണ് സാധ്യതയെന്ന് വീട്ടുകാരും പറയുന്നു. വിരലടയാള വിദഗ്ധർ, ജില്ലാ ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തുള്ള CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിവരികയാണ്. വർത്തമാനകാലത്ത് ലോക്കൽ വാർത്തകളാണ് ഗ്ലോബൽ വാർത്തകളായി മാറുന്നതെന്നും എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ വന്നാലും പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്നും മുഹമ്മദ് മുഹസിൻ MLA കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പ്രാദേശിക ലേഖകരുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും വാർത്താലോകത്ത് നിർണായകമാണെന്നും വാർത്താശേഖരണത്തിനിടെ പ്രാദേശിക ലേഖകർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ കഠിനാധ്വാനവും സമൂഹം കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ പൗരന്മാരെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ പ്രാപ്തരാക്കുന്നതിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസര പ്രദേശത്തുള്ള വാർത്ത നിമിഷങ്ങൾ കൊണ്ട് ലോകമാകെ പടരുന്ന വാർത്തയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രവർത്തനം ഓരോ നമ്മുടെ നാടിന്റെ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് അറിയിക്കാൻ, അത് സത്യസന്ധമായി യഥാർത്ഥ വാർത്തകൾ അറിയുകയും പൗരന്മാരെ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യവും വളരുന്നത്. അപ്പൊ അത് കൃത്യമായി അറിയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം, ചെറിയ ദൗത്യമല്ല. അത് ചെയ്യുന്നവരാണ് പ്രാദേശിക ലേഖകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനം. അതിനെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ KG സണ്ണി അധ്യക്ഷത വഹിച്ചു. KMPU സ്ഥാപക നേതാവ് വി സെയ്ദ് മുഖ്യപ്രഭാഷണം നടത്തി. എഡിൻവുഡ് ഇന്റർനാഷണൽ സ്കൂൾ MD EV അബ്ദുൾ റഹ്മാൻ, തൃത്താല സബ് ഇൻസ്പെക്ടർ ജെഫിൻ രാജു എന്നിവർ മുഖ്യാതിഥികളായി. സമ്മേളനത്തിന്റെ ഭാഗമായി പത്രപ്രവർത്തകർക്കുള്ള ഗിഫ്റ്റ് EV അബ്ദുൾ റഹ്മാൻ വിതരണം ചെയ്തു. വൈകിട്ട് നടന്ന KMPU ജില്ലാ സമാപന സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നിൽക്കുന്ന സ്ഥലം അവിടുത്തെ പത്രപ്രവർത്തകർ അവരുമായിട്ടുള്ള ബന്ധം വളരെ ഗാഠമായിട്ടുള്ള ബന്ധമാണ്. ഒരുപക്ഷെ ഈ പ്രസ് ക്ലബിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരാളായിരിക്കും. ഏറ്റവും കൂടുതൽ ജില്ലാ രക്ഷാധികാരികളായ C മൂസ, സുരേഷ് വേലായുധൻ, സെക്രട്ടറി AA ജോർജ്, തൃത്താല മേഖലാ പ്രസിഡന്റ് TVM അലി, ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ, വൈസ് പ്രസിഡന്റ് MV ബേബി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. അദൃശ്യരായ മനുഷ്യരെ വാർത്തകളിലേക്ക് കൊണ്ടുവരുന്നത് പ്രാദേശിക പത്രപ്രവർത്തകരാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. KMPU പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലാ സെക്രട്ടറി KG സണ്ണി അധ്യക്ഷനായി. സംഘടനാ രക്ഷാധികാരി വി സെയ്ദ്, ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ T അരവിന്ദാക്ഷൻ, ജില്ലാ പ്രസിഡന്റ് AA ജോർജ്, മേഖലാ പ്രസിഡന്റ് TVM അലി, മേഖലാ സെക്രട്ടറി V രഘുകുമാർ, മേഖലാ ജോയിന്റ് സെക്രട്ടറി SM അൻവർ, ട്രഷറർ മുഹമ്മദ് റഹീസ്, ഷിബിൻ കൊക്കാട്, ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ പ്രാദേശിക പത്രപ്രവർത്തനത്തിന് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ഇവിടെ നല്ല ഇന്ത്യയിലാകെ പ്രാധാന്യമുണ്ട്. കാരണം എന്താ അറിയാം, മുഖ്യധാര മാധ്യമ പ്രവർത്തനവും മാധ്യമ പ്രവർത്തകരും കണ്ടെത്താത്ത വാർത്തകൾ കണ്ടെത്തുന്നത്, അദൃശ്യരായ മനുഷ്യരെ വാർത്തയിലേക്ക് കൊണ്ടുവരുന്നത് പ്രാദേശിക പത്രപ്രവർത്തകരാണ്. അഴിമതിക്കെതിരായിട്ടുള്ള ധീരമായ നിലപാടുകൾ എടുക്കുകയും
അഴിമതി പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതും ഇന്ന് പ്രധാനമായും പ്രാദേശിക പത്രപ്രവർത്തകരാണ്. മറ്റത് ഇല്ലാതല്ല അപൂർവം ഉണ്ടാവും. പട്ടാമ്പി ഡയാലിസിസ് സെന്ററിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 240 ഡയാലിസിസുകൾ ചെയ്തു കഴിഞ്ഞതായി മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. കൂടുതൽ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തു വരാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും MLA പറഞ്ഞു. സെന്ററിലെ പ്രവർത്തനങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കഴിഞ്ഞ നവംബറിലാണ് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങിയത്. മുഹമ്മദ് മൂസിൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 2 ഘട്ടങ്ങളിലായി തുക അനുവദിച്ചാണ് ഡയാലിസിസ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. 2 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടായിരുന്നു സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങിയത്. നിലവിൽ 10 പേർക്ക് ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട്. 4 പേർക്ക് കൂടിയുള്ള ഡയാലിസിസ് ഉടൻ ആരംഭിക്കും. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 240 ഡയാലിസിസുകളാണ് ഇവിടെ നിന്നും ചെയ്തിരിക്കുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയതായിരുന്നു മുഹമ്മദ് മൂസിൻ MLA. പട്ടാമ്പി ഡയാലിസിസ് സെന്റർ MLA ഫണ്ട് 2 ഘട്ടമായി അനുവദിച്ച് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചതാണ്. നവംബർ 10-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. 10-ാം തീയതി തന്നെ 2 പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ആരംഭിച്ചത്. ഇപ്പോൾ 10 പേഷ്യൻസിൻ്റെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഇനി 4 പേരെ കൂടി 14 പേരാണ് വരിക. അപ്പോൾ 4 പേരെ കൂടി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അതുകൂടി എടുക്കുകയാണ്. പടിപടിയായിട്ടാണ് നമ്മൾ കൂട്ടിയത്. കാരണം ഇവിടുത്തെ മെഷീനറിയും സംവിധാനമൊക്കെ പുതുതായതുകൊണ്ടും ട്രെയിനിങ് ഒക്കെ പുതിയ ആളുകളാണ് ട്രെയിനിങ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് ആളുകളെ പടിപടിയാണ് കൂട്ടിയത്. എന്നാലും നവംബറിൽ 32 ഡയാലിസിസുകളാണ് ഇവിടെ നടന്നത്. ഡിസംബറിൽ 93 ഡയാലിസിസുകൾ നടന്നു. ഇപ്പോൾ ജനുവരിയിൽ 115 ഡയാലിസിസുകൾ നടന്നു. മൊത്തം ടോട്ടൽ ഇതുവരെയുള്ള ഡയാലിസിസ് കണക്ക് നോക്കിയാൽ 240 ഡയാലിസിസുകൾ നടന്നിട്ടുണ്ട്. ഇനി പേഷ്യൻസിൻ്റെ എണ്ണം കൂട്ടുന്നു. ഇപ്പം തന്നെ 10ഓളം ആളുകൾ റെഗുലറായിട്ട് ഇവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആളുകൾ 7 ആളുകളാണുള്ളത്. അതോടൊപ്പം മോങ്ങല്ലൂർ, മുതുതല, കൊപ്പം പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇനിയിപ്പോൾ വിളയൂരിൽ നിന്നുള്ള ആൾ മറ്റു പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകളെയും എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയാണ് ഫണ്ട് വെച്ചിട്ടുള്ളത്. മറ്റു പഞ്ചായത്തുകളൊക്കെ പുതിയ ഭരണസമിതി വന്ന് അവർ കൂടി ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള ആളുകളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതിനുള്ള സംവിധാനം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പോഴും മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് ആളെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയണമെങ്കിൽ മെഷീനറികൾ ഇനിയും കൂട്ടണം. അപ്പോൾ 50ഓളം മെഷീനുകൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഘട്ടം ഘട്ടമായി രോഗികളുടെ എണ്ണം കൂട്ടാനാണ് ലക്ഷ്യം. ഇതിനനുസരിച്ചുള്ള ഉപകരണങ്ങളുടെ ലഭ്യതയും ഉറപ്പുവരുത്തും. 50ഓളം മെഷീനുകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സർക്കാർ സഹായത്തിനൊപ്പം സുമനസ്സുകളുടെ സഹകരണവും ഇതിനായി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മുഹമ്മദ് മൂസിൻ MLA കൂട്ടിച്ചേർത്തു. മറ്റു പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളെ കൂടി ഡയാലിസിസിന് പരിഗണിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി സെന്ററിന്റെ പ്രവർത്തനം വിപുലമാക്കുവാനാണ് ലക്ഷ്യമെന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. നിലവിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ ബന്ധുക്കളുമായി MLA കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. സെന്ററിലെ ജീവനക്കാരുമായി ആശയവിനിമയവും നടത്തി. ഡോക്ടർ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നാഗലശ്ശേരി പഞ്ചായത്തിലെ ചേമ്പ്രാക്കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റ് ജനജീവിതം ദുസ്സഹമാക്കുന്നതായി പരാതി. സ്ഥലത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. നാഗലശ്ശേരി പഞ്ചായത്ത് 7-ാം വാർഡിലെ ചെമ്പ്രാക്കുന്നിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ പരാതികൾ വ്യാപകം. ക്രഷറിന്റെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായും വീടുകൾക്ക് വ്യാപകമായ കേടുപാടുകൾ സംഭവിക്കുന്നതുമായാണ് പരാതി. സംഭവത്തിൽ പൊതുപ്രവർത്തകനും നാട്ടുകാരനുമായ മണികണ്ഠൻ വാലപ്പറമ്പിൽ നൽകിയ പരാതിയെ തുടർന്ന് പാലക്കാട് ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാലത്ത് 10 മണിക്ക് ആരംഭിച്ച പരിശോധന ഉച്ചയ്ക്ക് 2:30 വരെ നീണ്ടുനിന്നു. ക്രഷറിൽ നിന്നുള്ള ശബ്ദമലിനീകരണവും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ അളവുമാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിച്ചത്. അന്തരീക്ഷത്തിൽ നിറയുന്ന പാറപ്പൊടി കാരണം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും അലർജികളും പ്രദേശവാസികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു. ഞങ്ങൾക്ക് ഈ കോവിഡ് കാരണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ വീട്ടിലിരിക്കാൻ പറ്റില്ല. പൊടിയും മറ്റുള്ള കാര്യങ്ങളും ആയതുകൊണ്ട് വീട്ടിൽ ഉള്ളവർക്ക് അസുഖങ്ങൾ വന്ന് പിടിപെടുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുകയാണ് കഴുത്തിന്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അത് കാരണം ആവുന്നത് ഈ കോറി നിർത്തി വെക്കണം എന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ക്വാറിയിലെ സ്ഫോടനങ്ങളും ക്രഷറിലെ വൻ യന്ത്രങ്ങളുടെ പ്രവർത്തനവും കാരണം സമീപത്തെ നിരവധി വീടുകൾക്ക് വിള്ളലുകൾ വീണതായും പരാതികൾ ഉയർന്നു. നിർത്താതെയുള്ള ശബ്ദവും പൊടിയും കാരണം ജനങ്ങൾക്ക് സ്വന്തം വീടുകളിൽ സമാധാനമായി വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരന്തത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ കർശന നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇത് ഉദ്യോഗസ്ഥന്മാർ വരിക പോവാന്നല്ലാതെ ഒരു കാര്യങ്ങളും അവിടെ ഇല്ല. ഇത് നമ്മളിവിടെ അറിയുമ്പോൾ അവിടെ നമ്മൾ ഇന്ന് പ്രയർത്ത അവർ ഇതിന് തലൂസ് അറിഞ്ഞിട്ടു.
അതെ, ഇന്നിപ്പോ നമ്മളിപ്പോ ഇവിടെ ചെക്ക് ചെയ്യാൻ വന്നപ്പോ സൗണ്ട് ഇതുപോലെയല്ല പൊട്ടുക എന്നാണ് ഇവര് പറയുന്നത്. ഇപ്പൊ ഈ മണ്ണ് കൂട്ടുന്ന നിയമപരമായുള്ള മണ്ണ് കൂട്ടലൊക്കെ ആ കെട്ടൊക്കെ പൊട്ടി അവരാ വീട്ടുകാർ പോകും. അതുകൊണ്ട് നമുക്ക് എത്ര പറയുള്ളൂ, നമ്മളിപ്പോ വലിയ മാധ്യമ അല്ല, ഇവിടെ പഞ്ചായത്തിന്റെ മറ്റ് ഭരണസമിതികളുടെ ഈ അനാസ്ഥ ശരിക്കും ഒന്നും അവരെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അവര് പെടാൻ ശ്രമിക്കുന്നുമില്ല. എന്താ അറിയോ, പകുതി വയസ്സാകുമ്പോഴത്തേക്ക് ഈ കോരി നിൽക്കണ 10 വയസ്സാകുമ്പോഴത്തേക്ക് ജനങ്ങൾ എത്തും. പൊടി കയറി ശ്വാസം മുട്ട ഇരുതായിട്ടും ക്യാൻസർ പെട്ടെന്ന് ഓടിയവരെ ക്യാൻസർ ശ്വാസം മുട്ട അതിന് വരിക. ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൽ കൊണ്ടൂർക്കര റോഡിന്റെ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാകുന്നു. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. പട്ടാമ്പി മണ്ഡലത്തിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിനെയും പട്ടാമ്പി നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന മഞ്ഞളുങ്ങൽ ലവ്ലി കോർണർ റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തിയാകുന്നത്. 1.5 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം നടപ്പാക്കുന്നത്. 1ാം ഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. 2ാം ഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. പാതയിലൂടെ ഗതാഗതം നിയന്ത്രിച്ചാണ് റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടത്തുന്നത്. പ്രവൃത്തികൾ മുഹമ്മദ് മോസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. പട്ടാമ്പി നഗരസഭയെ ബന്ധപ്പെടുത്തിയുള്ള ബൈപ്പാസ് റോഡാക്കി ഈ പാതയെ മാറ്റാനാണ് ശ്രമമെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. മഞ്ഞളുങ്ങൽ ലവ്ലി കോർണർ റോഡ് ഒരു പ്രധാനപ്പെട്ട ബൈപ്പാസ് റോഡായി മാറ്റുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് നമ്മൾ 1.5 കോടി രൂപ അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മഴ വന്നപ്പോൾ പാതി വഴിയിൽ വർക്ക് നിർത്തിയതായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി. ഇപ്പോൾ അതിൻ്റെ BM കഴിഞ്ഞിരുന്നു. ഇപ്പോൾ BC കൂടി ചെയ്യുകയാണ്. വളരെ മികച്ച രീതിയിൽ ഗ്രാമീണ റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. എന്നാലും നമ്മൾ ഓരോ റോഡുകളും പടിപടിയായി നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇനി ലവ്ലി കോർണറിൽ നിന്ന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള പട്ടാമ്പിയിലേക്ക് കൂടി കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനു കൂടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ കൊണ്ടൂർക്കര മുതൽ അങ്ങോട്ട് ഫാം റോഡായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫണ്ടും നമ്മുടെ ബഡ്ജറ്റിൽ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ കൊള്ളിപ്പറമ്പ് വരേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ DPR തയ്യാറാക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ ഫ്ലഡ് വർക്ക് കൂടി ആ റോഡിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് എല്ലാ റോഡുകളും ഗ്രാമീണ റോഡുകളും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പരമാവധി പട്ടാമ്പി മണ്ഡലത്തിൽ നിരവധി ഗ്രാമീണ റോഡുകൾ എടുത്തിട്ടുണ്ട്. അതിൽ പലതും PMBC നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഭാവിയിൽ ഒരു മികച്ച റോഡായിട്ട്, ബൈപ്പാസ് റോഡായിട്ട് പരിഗണിക്കാൻ പറ്റും. കൊണ്ടൂർക്കര ഫാം റോഡിന്റെ നവീകരണത്തിനും നടപടിയായി വരികയാണെന്നും ആദ്യമായാണ് പട്ടാമ്പി മണ്ഡലത്തിലെ പല ഗ്രാമീണ പാതകളും റബ്ബറൈസ് ചെയ്യുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. MLAക്കൊപ്പം ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. പരമ്പരാഗത സുഗന്ധ നെല്ലിനമായ ജീരകശാല വിളയൂരിന്റെ മണ്ണിലും വിളയും. വിളയൂർ എടപ്പലം സ്വദേശി ഹനീഫയാണ് 1/2 ഏക്കർ സ്ഥലത്ത് ജീരകശാല കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷി വിളവെടുപ്പിനൊരുങ്ങി. വയനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പരമ്പരാഗത സുഗന്ധ നെല്ലിനമാണ് ജീരകശാല. ഈ നെല്ലിനം വിളയൂരിന്റെ മണ്ണിലും വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിളയൂർ എടപ്പലം സ്വദേശി ആലങ്ങാട്ടുകുഴി അനീഫ. എടപ്പലം പാടശേഖരത്തിലെ 1/2 ഏക്കർ സ്ഥലത്താണ് ഈ കർഷകൻ ജീരകശാല നെല്ലിനം വിളയിച്ചിരിക്കുന്നത്. കൃഷി വിളവെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. 150 ദിവസം മുതൽ 180 ദിവസം വരെയാണ് ഈ കൃഷിയുടെ വിളവെടുപ്പ്. ഒറ്റപ്പാലം പനമണ്ണയിൽ നിന്നുമാണ് അനീഫ ഈ നെല്ലിനം കൊണ്ടുവന്നത്. വർഷങ്ങൾക്ക് മുമ്പും അനീഫ ഈ നെൽകൃഷി ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭൂപ്രദേശ സൂചിക രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുള്ള നെല്ലിനം കൂടിയാണ് ഇത്. ഉയരം കൂടിയതും വളരെ കുറവ് പ്രകാശം ആവശ്യമുള്ളവയുമാണ്. ജീരകത്തിന്റെ വലിപ്പമുള്ള മെലിഞ്ഞ നീണ്ടതായ നെല്ലാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ അരി വെളുത്തതും സുഗന്ധവാഹിയുമാണ്. പച്ചരിയായി ഉപയോഗിക്കാം. ബിരിയാണി, നെയ്ച്ചോറ് എന്നീ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനും ഈ നെല്ലിനം ഉത്തമമാണ്. കിലോവിന് 150 രൂപ വരെ വില ലഭിക്കുന്നുണ്ടെന്ന് കർഷകൻ അനീഫ പറഞ്ഞു. ജീരകശാല നെയ്ച്ചീര എന്നൊക്കെ പറയുന്ന നെല്ലാണ്. കിലോ 150 റുപ്യൊക്കെ വരും വില നെല്ലിന്, 1 കിലോന്. അപ്പോൾ നല്ല ആൾക്കാരുണ്ടെങ്കിൽ നല്ല വിലയൊക്കെയാണെങ്കിൽ നമ്മൾ കൊടുക്കാം. ഇത് വലിയ വിൽക്കില്ല. വീട്ടാവശ്യത്തിന് വീട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് 10-20 വർഷമായിട്ട് നമ്മൾ ചെയ്യണേ. നമ്മളെ വീട്ടാവശ്യത്തിന് മാത്രമല്ല. ഇത് വിലയൂരില്ല. ഇത് വിത്ത് വന്നിരിക്കുന്ന പനമണ്ണ, ഒറ്റപ്പാട് പനമണ്ണെന്ന് കൊടുക്കണം. കിലോ 150 ആയിട്ട് നല്ല നെല്ലാണ്. ഇത് മണം ഊരി നോക്കിയില്ലേ, കുഴപ്പമൊന്നുമില്ല. ആവശ്യക്കാരുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം മരത്തിലേക്ക് ചെയ്യും. വെറൈറ്റി ആയിട്ട് വേറെ വിത്ത് വരും, ചുവന്ന വലിയ ഇനങ്ങളായിട്ട്. അടുത്ത വർഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. യന്ത്രം ഉപയോഗിച്ച് വിളവെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെയാണ് വിളവെടുപ്പ് നീണ്ടുപോകുന്നത്. മികച്ച വിളവ് തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് അനീഫ പറയുന്നത്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.